എന്റെ ഈശ്വര, ഞാൻ ആരോടാ ചോദിക്കുക? എങ്ങട്ടാ പോവാ? ഒക്കെ സുധ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ? ഇനി അവളും ഏട്ടനും ഏടത്തി അമ്മയും എല്ലാവരും കൂടെ ശോഭയോടൊന്ന് പറഞ്ഞു നോക്ക്. നീ പറഞ്ഞാ കേൾക്കാത്ത ഞങ്ങൾ പറഞ്ഞാ കേൾക്കോ? അത് പറയണത് പോലെ ഇരിക്കും. എന്നുവെച്ചാ എല്ലാരും കൂടെ ചേർന്ന് അവളുടെ കാല് പിടിക്കുക അല്ലേ? പിടിക്കണമെങ്കിൽ പിടിക്കണം, കാര്യം നടക്കണ്ടേ? അതിന് മേലത്തെ രാഘവന്മാർ രണ്ടാമത് ജനിക്കണം. ഭൂമിയോളം താഴാ, പിന്നെ എങ്ങടാ താഴാ? വേണ്ട, താഴണ്ട. വേറെന്താ മാർഗം എന്ന് വെച്ചാൽ ആലോചിക്കാം. ഒറ്റ മാർഗമുള്ളൂ. സുധയ്ക്ക് ഇത്തിരി വിഷം വാങ്ങിച്ചു കൊടുക്കുക. എന്താ പറ്റോ? അതൊന്നും എന്നോട് പറയണ്ട. പെൺകുട്ടികളായി ഇത്തിരി അച്ചടക്കം വേണം. എവിടെയും കയറി എന്തും പറയാന്ന് കരുതരുത്. ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ വകയായിട്ടൊരു സംഖ്യ അങ്ങോട്ട് തരാം, ഒരു 25,000 ഉറുപ്പ്യ. ബാക്കി ഏട്ടൻ ഉണ്ടാക്ക്. പിന്നെ എവിടെന്നെങ്കിലും ഒക്കെ പരക്കും. മതിയടാ, നിർത്ത്. നീ മേലെ തച്ചുവിനാർക്കുണ്ടായത് തന്നെയോടാ. ഏട്ടൻ നിലമറന്ന് സംസാരിക്കരുത്. ആരതല്ല നിന്റെയോ? നിനക്കെന്ത് നിലയുണ്ടടാ? നിന്റെ വാക്കിന് സത്യമുണ്ടോ? നീ മനുഷ്യനാണോടാ? 25,000 ഉറുപ്പ്യ. നിന്റെ പെങ്ങക്ക് ആ ധർമ്മം വേണ്ടെങ്കിലോ? വേണ്ടെങ്കി വേണ്ട. വിജയ, ഇങ്ങോട്ട് വാ. അങ്ങേരോട് സംസാരിക്കാൻ നിൽക്കണ്ട. ചെല്ലടാ, വളർത്തുപറ്റിയല്ലേ? വിളിക്കണോടത്ത് ചെല്ല്. ഏട്ടനോട് വീണ്ടും ഞാൻ പറയാണ്, മര്യാദക്ക് സംസാരിക്കണം. നീ എന്നെ മര്യാദ പഠിപ്പിക്ക. എന്താ എന്താടാ എന്താടാ ഞാൻ ഈ കാണുന്നേ? എന്റെ കുടുംബം നശിച്ചല്ലോ ഈശ്വര. എന്താ ഉണ്ടായേ? നീ ഇങ്ങനെയൊന്നും പറയാത്തതാണല്ലോ മോനെ. എന്തെങ്കിലും ഒന്ന് പറയേ. അവള് താഴെയുണ്ട്. അവളെ ഇതൊന്നും അറിയിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളതെല്ലാം വിറ്റായാലും ഞാൻ ഈ കല്യാണം നടത്തും. വിജയം പണം തരില്ലേ? തരും. നമ്മളെല്ലാം ചേർന്ന് അവന്റെ പെണ്ണിന്റെ കാല് പിടിക്കണം. അത് വേണോ അമ്മേ? പിടിക്കാൻ അത്ര കഴുതക്കാല് വേറെ ഇവിടെ.